കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു അവകാശവാദം വലിയ കൗതുകമുണ്ടാക്കിയ ഒരു സംഗതിയാണ്. ട്രൂത്ത് സോഷ്യൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് പറയുന്നത്. ട്രൂത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ തലകുത്തനെയുള്ള അർത്ഥം അൺട്രൂത്ത് എന്നാണ് നമുക്കറിയാം. അപ്പോൾ അൺട്രൂത്ത് സോഷ്യൽ എന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ ലോകം മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ചാനലിൽ അദ്ദേഹം പറഞ്ഞത്, ഇറാനിലെ നേതാക്കൾ താൻ അവിടെ ബോംബിട്ടതിന് ശേഷം അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനവിയെ കൊന്നതിന് ശേഷം, വധിച്ചതിന് ശേഷം അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള പദവിയിലേക്ക് തന്നെ അവർ സ്വാഗതം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇറാനിൻ്റെ അടുത്ത ആയത്തുള്ളയായിട്ട് ഖാംനയിക്ക് ശേഷം താൻ വരണം എന്ന് ഇറാനിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. പക്ഷെ തനിക്ക് ഒരുപാട് മറ്റു പണികളുണ്ട്, കച്ചവടമുണ്ട്, അമേരിക്കയെ നടത്താനുണ്ട്, യുദ്ധം നടത്താനുണ്ട്, ഒരുപാട് മറ്റിടപാടുകളുണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ ചുമതല കൂടി ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പരമോന്നത പദവി വേണ്ട എന്ന് താൻ അവരോട് പറഞ്ഞത് ശേഷമാണ് ഖാംനയിയുടെ മകൻ മൊജ്തബ ഖാംനയി പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. സത്യത്തിൽ ഇത് ഒരു തമാശയായിട്ട് എടുക്കണോ, അല്ല വേറെ ഏതെങ്കിലും ഈ അമേരിക്കയുടെ പ്രസിഡന്റിന് ലോകത്തെ മറ്റ് പ്രദേശങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരക്കേടിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുക്കണോ, അല്ല മറ്റെന്തെങ്കിലുമായിട്ട് കാണണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ലോകത്തിൻ്റെ മറ്റു ഭാഗത്തുള്ള ജനങ്ങളെക്കുറിച്ച്, ലോകത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലെ ജനങ്ങളെക്കുറിച്ച്, അവരുടെ സംസ്കാരങ്ങളെക്കുറിച്ച്, അവരുടെ രീതികളെക്കുറിച്ച് ഒരു തരത്തിലുള്ള ബഹുമാനമോ പരിഗണനയോ ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ല എന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് തെളിയിക്കുന്നത്. കാരണം ഇറാനിലായാലും ശരി, മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലായാലും ശരി, അവരുടെ പരമോന്നത നേതാക്കളെ, ആത്മീയ നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന അവരുടേതായ രീതിയുണ്ട്. ഇസ്ലാമിക സമൂഹങ്ങളിൽ പണ്ഡിത സഭകൾക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ചെറുതല്ല. അതെല്ലാ ഇസ്ലാമിക സമൂഹമുണ്ട്. ഷിയ പാരമ്പര്യത്തിലായാലും ശരി, സുന്നി പാരമ്പര്യത്തിലായാലും ശരി, വളരെ 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 ദീർഘകാലത്തെ 1000-1500 കൊല്ലത്തെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദവികളിലേക്ക് ഇത്തരം ആളുകൾ വരുന്നത്. ദീർഘമായിട്ടൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ആയത്തുള്ളമാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഷിയ പാരമ്പര്യത്തിൻ്റെ വളരെ പരമോന്നതമായ പദവിയിലിരിക്കുന്ന ആളുകളാണ്. ഈ ഷിയ പാരമ്പര്യം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് പ്രവാചകൻ്റെ കാലം മുതലാണ്. ഇതൊന്നും അറിയാതെയാണ് അറ്റ്ലാന്റിക്കിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ, റിയൽ എസ്റ്റേറ്റുകാരൻ, ഇറാനിൻ്റെ പരമോന്നത നേതാവായിട്ട് തന്നെ അവർ ക്ഷണിച്ചു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് സമൂഹങ്ങളോടുള്ള, മറ്റ് നാട്ടുകാരോടുള്ള, മറ്റ് ജനങ്ങളോടുള്ള, മറ്റ് സംസ്കാരങ്ങളോടുള്ള പരമപുച്ഛം അതിനകത്ത് വെളിവാകുന്നുണ്ട്. ഇതേമാതിരി കുറച്ച് മുമ്പൊരിക്കൽ അദ്ദേഹം ഒരു ചിത്രം ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചിരുന്നു. അതായത് റോമിലെ വത്തിക്കാനിലെ പോപ്പിൻ്റെ വേഷമിട്ടുകൊണ്ട് താൻ കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. അതെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, സാധാരണ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ, മറ്റ് സമുദായങ്ങൾക്കിടയിൽ ആചരിക്കുന്ന പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പാരമ്പര്യവും തനിക്ക് ബാധകമല്ല എന്ന ആ ഒരു രീതിയാണ് അദ്ദേഹം കാണിക്കുന്നത്. സംസ്കാരത്തിൻ്റെ കുറവ് എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് അദ്ദേഹം ഈ തരത്തിൽ പെരുമാറുന്നു എന്നൊരു ചോദ്യം വളരെ ഗൗരവത്തോട് ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എങ്ങനെയാണ് ഉണ്ടായത്? അമേരിക്ക യഥാർത്ഥത്തിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട പഴയകാല കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ ചെന്ന് കോളനികൾ സ്ഥാപിച്ചാണ് അമേരിക്ക ഉണ്ടാകുന്നത്. ആ കോളനികളാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പേരിൽ ബ്രിട്ടനിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു വന്നത്. അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ള രാജ്യത്ത്, അങ്ങനെ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ കൊളോണിയലിസത്തിൻ്റെ എതിരായിട്ടുള്ള സമരത്തിൻ്റെ പാരമ്പര്യത്തിൽ, രാജവംശ ഭരണത്തിൻ്റെ എതിരായിട്ടുള്ള സമരത്തിൻ്റെ പാരമ്പര്യത്തിലൊക്കെ ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു രാജ്യമായിട്ടുള്ള അമേരിക്ക ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഈ തരത്തിലുള്ളൊരു കോമാളിയുടെ കയ്യിലാണ് എന്നത് അമേരിക്കയുടെ വലിയ ദുരന്തത്തിൻ്റെ കൂടെ ലക്ഷണമാണ്.
പക്ഷെ അതിനേക്കാൾ അപ്പുറം എന്തുകൊണ്ട് ഈ തരത്തിലുള്ള കോമാളിത്തരങ്ങളിലേക്ക് അദ്ദേഹം പോവേണ്ടി വരുന്നു എന്ന ഒരു ചോദ്യം കൂടി നമ്മൾ ഉന്നയിക്കണം. കാരണം ഏതാണ്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് ഇറാനിൽ അദ്ദേഹം നടത്തുന്ന കടന്നാക്രമണങ്ങൾ ഒരു മാസമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. യുദ്ധം എവിടെയും എത്തുന്നില്ല. ഇറാനെ തങ്ങൾ ചുട്ട് കരിച്ചു കളയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തങ്ങൾ അവിടെയുള്ള ഭരണാധികാരിയെ പരമോന്നത നേതാവിന് തന്നെ ആദ്യ ദിവസം തന്നെ കൊന്നുകളഞ്ഞു. ഒരു വമ്പിച്ച വിജയം. ഫെബ്രുവരി 28 അദ്ദേഹത്തെ കൊന്നത് വലിയ വിജയമായിട്ട് അദ്ദേഹം അറിയാം. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹം പരമോന്നത അലി ഖാംനയി അയത്തുള്ള അലി ഖാംനവി ഒളിവിലേക്ക് പോകാൻ വിസമ്മതിച്ചു. അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സമയത്താണ്, അദ്ദേഹം തൻ്റെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് അമേരിക്കയുടെ ചാരക്കണ്ണുകൾ അദ്ദേഹത്തെ അവിടെ കണ്ടെത്തി ഇസ്രായേൽ വിവരം കൊടുത്ത് ഇസ്രായേൽ മിസൈലിട്ട് കൊന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ബങ്കറിലേക്ക് പോകാമായിരുന്നു. പക്ഷേ താൻ രക്തസാക്ഷിയാവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്തസാക്ഷിത്വം അദ്ദേഹം ഏറ്റുവാങ്ങുകയുണ്ടായത്. അതിനുശേഷമുള്ള ആളുകളെ കുറേ പേരെ അവർ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും മറ്റു പരമോന്നത നേതാക്കളെ പ്രമുഖരെയൊന്നും വധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ തങ്ങൾ വിചാരിച്ച അജണ്ടകളൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ്. മാത്രമല്ല ഈ യുദ്ധത്തിൽ സൈനികമായിട്ടുള്ള ഒരു പരാജയം മാത്രമല്ല ഇപ്പോൾ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറാനെ കീഴടക്കുന്നതിൽ ഒരു പരാജയപ്പെട്ടു. ഇറാൻ നേരെ മറിച്ച് ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം വഴി അമേരിക്കയുടെ എല്ലാവിധ അജണ്ടകളെയും സാമ്പത്തിക ഉപരോധം വഴി തകർക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും, ലോകത്തെ എല്ലാ സമൂഹങ്ങളിലും, എല്ലാ ഇക്കോണമികളിലും അതിശക്തമായിട്ടുള്ള ഒരു വിലക്കയറ്റത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ സഖ്യകക്ഷികളെല്ലാവരും പരിഭ്രാന്തരാണ്. അമേരിക്കയിൽ പോലും എണ്ണവില കുതിച്ചു വരികയാണ്. വിലക്കയറ്റം വലിയ ശക്തമായിട്ടൊരു പ്രതിഭാസമായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ മാനസിക യുദ്ധത്തിൽ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിൽ ഇറാൻ യഥാർത്ഥത്തിൽ മുന്നേറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇറാൻ്റെ ബോംബുകൾ മാത്രമല്ല മിസൈലുകൾ ചെന്ന് പതിച്ചിട്ട് അതിഭയങ്കരമായിട്ടുള്ള ആപത്തുകളാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ആ ആപത്തുകൾ അമേരിക്കൻ ചാനലുകളും ബ്രിട്ടീഷ് ചാനലുകളും യൂറോപ്യൻ ചാനലുകളും ലോകം മുഴുക്കി എത്തിച്ചു. എങ്ങനെയാണ് ഇസ്രായേലിന് നേരെയുള്ള ഇറാൻ്റെ കടന്നാക്രമണം അതിശക്തമായിട്ട് മുന്നേറുന്നത് എന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനകത്ത് അവർ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇറാന് കാര്യമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ തകർക്കുന്നതിലോ ജനങ്ങളെ തെരുവിലിറക്കുന്നതിലോ അവർ പരാജയപ്പെട്ടു. ജനങ്ങളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞെങ്കിലും അമേരിക്കക്കാരൻ്റെ നിയന്ത്രണത്തിലുള്ള അമേരിക്കൻ കൊളോണിയലിസം നിയന്ത്രണത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണ്ട എന്ന മട്ടിലാണ് ഇറാനിയൻ ജനത പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായിട്ടും പൊളിയുന്ന ഈ അവസ്ഥയിൽ ഒരുപാട് കോമാളിത്തരങ്ങളിലൂടെ, ഒരുപാട് തെറ്റായിട്ടുള്ള അവകാശവാദങ്ങളിലൂടെ ലോകത്തിൻ്റെ ശ്രദ്ധ തിരിക്കാം എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. പക്ഷേ ആ കാലം കഴിയുകയാണ്. അമേരിക്ക മറ്റ് വിയറ്റ്നാമിലും ഇറാഖിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അവർ ചെന്നുപെട്ട അതേ ദുരന്തത്തിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും എത്തിച്ചേരുകയാണ്. ഇതിനെ ചില ആളുകൾ പറയുന്നു, റഫീഖ് സക്കറിയെ പോലുള്ള ആളുകൾ പറഞ്ഞു ഇമ്പീരിയലിസ്റ്റ് ട്രാപ്പ് എന്നാണ്. ഈ ഇമ്പീരിയലിസത്തിൻ്റെ പ്രശ്നം തങ്ങളുടെ ശക്തി അത്യന്തം അതിശക്തിയാണ് തങ്ങൾ, ലോകശക്തിയാണ് തങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലായിടത്തേക്കും ചാടിക്കയറി യുദ്ധത്തിന് പോകും. അവസാനം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയിട്ട് യുദ്ധം ചെയ്യാനും എല്ലാവരെയും കീഴടക്കാനുള്ള ശേഷി തങ്ങൾക്കില്ല എന്ന് തിരിച്ചറിയുന്നത് വമ്പിച്ച ആപത്തുകളിലേക്ക് അവർ ചെന്നുപെട്ടതിന് ശേഷമാണ്. ബ്രിട്ടൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ബ്രിട്ടൻ്റെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, അവരൊക്കെ പറയുന്നത് അമേരിക്കയും അതേ തരത്തിലുള്ള ട്രാപ്പിലേക്ക് വീഴുകയാണ്. ലോകത്തെ പൂർണ്ണമായിട്ടും കൈയടക്കി കളയാം എന്നുള്ള അമേരിക്കയുടെ ധാരണ അവരെ വലിയ ഒരു കുഴപ്പത്തിൽ ചാടിക്കുന്നു. ട്രംപ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ കണ്ഠകോടാലിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ലോക യാഥാർത്ഥ്യം.